ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു പയ്യൻ വരുന്നു. ഹലോ മോനെ, പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ ഏതെങ്കിലും ലോഡ്ജോ ഹോം സ്റ്റേ എന്തെങ്കിലും ഉണ്ടോ? താമസിക്കാനാ ചേട്ടാ? ഇത് റൂംസ് ആണ്, AC റൂംസ്. അല്ലെ, ഇത് കയറിയായിരുന്നു. അപ്പം ഇവിടെ റൂമെല്ലാം ഫുള്ളാണെന്നാ പറഞ്ഞത്. ഫുള്ളാ? ആണോ? അല്ല, നിങ്ങളപ്പോ വിളിച്ചു പറയോ ബുക്ക് ഒന്നും ചെയ്തില്ലേ? മോനെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ ഒരു ഹോം സ്റ്റേയില് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഹോം സ്റ്റേ? ഇവിടുത്തെ ഏത് ഹോം സ്റ്റേ? ഇവിടെ അടുത്തൊരു 100 മീറ്റർ കഴിയുമ്പോഴേ പുതിയതായിട്ട് തുടങ്ങിയെന്നാ പറഞ്ഞത്. പുതിയതായിട്ട് തുടങ്ങിയത്? ചുമ്മാ അല്ല, നമുക്ക് മനസ്സിലാവാഞ്ഞേ. സാധാരണ ഈ ഏരിയ മൊത്തം അരച്ചലക്കി കുടിക്കാൻ ടീമാണ് നമ്മള്. അല്ല, എന്നിട്ട് ഇപ്പൊ എന്താ? ഞങ്ങള് രാത്രി എത്തുമെന്നാ പറഞ്ഞതേ. വന്നപ്പോ രാവിലെ ആയിപ്പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ആ റൂം വേറെ ആർക്കോ കൊടുത്തും പോയി. ഓ, നിങ്ങള് വരെ ലേറ്റ് ആയതുകൊണ്ട് അവര് റൂം വേറെ ആൾക്ക് കൊടുത്ത്. അപ്പൊ പൊളിഞ്ഞ്. അല്ല, നിങ്ങളിത് എവിടെന്ന് പറഞ്ഞ? ഞങ്ങള് നിലമ്പൂരെന്ന്. നിലമ്പൂര്? അതെ അതെ. നിലമ്പൂരിന്ന് എറണാകുളം. ഇവിടെ എന്താ പരിപാടി? മോനെ, നാളെ എറണാകുളത്ത് ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട്. ആ കല്യാണം കൂടി ഞങ്ങളുടെ മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവളെയും കണ്ട് വൈകുന്നേരം പോകാനാ ഞങ്ങളുടെ പ്ലാൻ. കൊള്ളാം, നല്ല പ്ലാൻ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങക്ക് റൂം വേണ്ടേ? അവിടെ അടുത്ത് എന്ന് പറയുമ്പോ നമുക്ക് റൂം വേണമെങ്കിൽ വാഴക്കാലോ വാക്കനാടോ പോകേണ്ട വരും. അതിന് ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ആയാലും പോണം. അയ്യോ, അപ്പൊ ഇവിടെ ഓട്ടോ എന്തെങ്കിലും? അതാണ് ഈ റോഡിന്റെ കോമഡി. ഇതിൽ കൂടെ ബാക്കിയുള്ള എല്ലാ വണ്ടിയും പോവും, പെട്രോട്ട് വരെ പോവും. ഓട്ടോ പോണെങ്കിൽ കുറെ കഷ്ടപ്പാടാ. അയ്യോ, അതായത് സംഭവം വന്നിട്ട് റിട്ടേൺ പോകുന്ന വണ്ടി ഉണ്ടെങ്കിലേ കാണും. 2.5 കിലോമീറ്റർ ലഗേജ് ഒക്കെ തൂക്കിട്ട് നടക്കാന്ന് പറഞ്ഞാൽ പദം വന്നു. ചേട്ടാ ഒരു കാര്യം ചെയ്യ്. ചേട്ടാ നേരെ പോയിട്ടേ റൈറ്റ് എടുക്കുക. റൈറ്റ് എടുത്തിട്ട് കുറച്ചൊരു 100-150 മീറ്റർ 200 മീറ്റർ നടക്കുമ്പോഴത്തേനെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡബിങ് സ്റ്റുഡിയോ ഉണ്ട്. ഡബിങ് സ്റ്റുഡിയോ? അതിന്റെ തൊട്ടടുത്ത് ഒരു റൂംസ് ഉണ്ട്. അത് നമുക്ക് അറിയാവുന്നൊരു പയ്യന്റെയാ, പേര് ജിഷു. അവിടെ കയറിയിട്ട് ചോദിച്ചാൽ മതി റൂംസ് വല്ലതും ഉണ്ടോന്ന്. എന്റെ പേര് പറഞ്ഞാൽ മതി, അവൻ നല്ലത് നോക്കി തന്നോളൂ. പേര് കേശു. കേശു പാറമട. ചേട്ടാ ഒരു കാര്യം ചെയ്യ, നമ്പർ എടുത്തോ. ഇതാണ് എന്റെ നമ്പർ. കേശു പാറമട. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അപ്പം റൂം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവിടെ ചെന്നിട്ട് കേശുവിനെ വിളിക്കാം കേട്ടോ. ഓക്കെ ഏട്ടാ, താങ്ക് യു. അയ്യോ, മോള് ഇവിടെ പഠിക്കണമെന്ന് പറഞ്ഞു, ചോദിക്കാൻ പറഞ്ഞല്ല. വേണ്ട, അങ്ങോട്ട് മുടിയിട്ടെ. ദുബായിന്നേ GM വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുനിലേട്ടനും നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രതിസന്ധിയിലാണെന്നാ പറഞ്ഞത്. സത്യം പറയുമ്പോ ഗൾഫ് രാജ്യത്തേക്ക് നേരെ ചൊവ്വേ ആരും കേറി പോകുന്ന പോലും ഇല്ലല്ലേ. കുറച്ച് നാള് കഴിഞ്ഞാൽ ദുബായ് ഓക്കെ ആവുന്നതാണ് പറഞ്ഞത്. നോക്കാം. എന്താണെങ്കിലും 6 മാസത്തേക്ക് വേറെ ജോലിയൊന്നും നോക്കണ്ട, എന്റെ കാര്യമെല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ പുള്ളി സംസാരിച്ചത്. 6 മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1 വർഷമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തത്തിലൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് പോയാ മതി. ഇതേ സെയിം അഭിപ്രായം ഞാൻ പറയാന്ന് വിചാരിച്ച് ഇന്നലെ വന്നേണ്. പക്ഷെ വന്നപ്പോ ഞാൻ അങ്ങ് മടക്കി. ഇപ്പം നമ്മള് പറഞ്ഞിട്ട് വേറെ ചില ആൾക്കാർക്ക് പിടിക്കാതാവോ എന്ന് വിചാരിച്ചിട്ട്. ഈ വേറെ ചില ആൾക്കാരൊന്നും ഉദ്ദേശിച്ചത് എന്നെയാണോ? അതെ. എടാ നീ എന്തൊക്കെ പറഞ്ഞാലേ ഏറ്റവും കൂടുതൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആള് ഞാനല്ലടാ. സപ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ നൈസിൽ ഇടയ്ക്കിട്ട് പണി വെക്കുകയും ചെയ്യും. എന്താണ് നിന്റെ പ്രശ്നം? രാവിലെ തൊട്ട് തുടങ്ങിയതാ ഇവര്. സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. സീരിയസോ? എന്തായാലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്ന കാണിയോ? ഇതല്ലേ മനസ്സിലായില്ല. അച്ഛൻ 1 വർഷത്തേക്ക് ഗൾഫിൽ പോകുന്നില്ല, അങ്ങനെയാണോ ഞാൻ കേട്ടത്? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. 1 വർഷം പറഞ്ഞ എത്ര ദിവസം? 365 ദിവസം. ശരിക്കും? അല്ലയോ, ഈ 1 വർഷത്തേനെ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോ എങ്ങനെ? കമ്പനി എവിടെ തന്നെ? അളിയാ, കമ്പനി അങ്ങനെ വിടാൻ പറ്റത്തൊന്നുമില്ല. എന്റെ ജോലിയുടെ കാര്യം GM അവിടെ ഓക്കെ ആക്കിയാ വെച്ചേക്കുന്നേ. കേസോ, நான் சொல்லுன பொருள் எல்லாம் வாங்கிட்டியா? சொல்லுன பொருள் எல்லாம் வாங்கிட்டேன். പക്ഷെ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഈ 1 വർഷം പണിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ ചെലവുകളൊക്കെ എന്ത് ചെയ്യും? കേശവനെ പണിക്കിട്ട് ജീവിക്കും. ഡേയ്, ഏച്ചി കൂടി. കേശുവേട്ടൻ പണിക്ക് പോയിട്ട് നമ്മളെയൊക്കെ കുറെ നോക്കും. ദേ ഈ സിദ്ധുനെ നോക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറ പരിപാടിയൊന്നും അല്ല. ഹൈലി എക്സ്പെൻസീവ് പേഴ്സൺ. அது லெச்சு சொன்ன ரொம்ப கரெக்ட் தான். சித்து உனக்கு செலவு ரொம்ப ஜாஸ்தி தான்ப்பா. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ഥിര വരുമാനം ഉള്ളത് നല്ല കാര്യമായിരുന്നു. ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് വെച്ചിട്ടേ 1 വർഷം വരെയൊക്കെ പിടിച്ചേക്കാൻ പറ്റും. പക്ഷെ ലെച്ചൂസ് പറഞ്ഞ പോലെ ഡെയിലി ഒരു ഇൻകം വരുന്ന ഒരു സ്കീം ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. അല്ലളിയാ, അല്ല നീ ബാങ്കിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഏറെക്കുറെ ബാങ്കിൽ ഒരു എസ്റ്റിമേറ്റ് എത്ര എമൗണ്ട് കാണും? അതിപ്പോ അവിടെ കിടക്കുന്നത് എന്തോന്ന് അതിന്റെ ഇടയിൽ കൂടെ അവൻ എസ്റ്റിമേറ്റ് അറിയാൻ നിക്കണ്. വേണ്ട പറയണ്ട, അല്ലോടെ പൂത്തി പോയി. ആ മുഴുതി വെക്കും. சரி நீங்க சண்டை போடாதீங்க. நான் ஒரு ஐடியா சொல்லட்டா? நல்லதா இருந்தா நீங்க ஏத்துக்கோங்க, இல்லைன்னா என்ன ஒன்னும் சொல்ல கூடாது. சொல் 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 சொல். சித்து, நீ ஒரு பிசினஸ் ஆரம்பி. நீ இங்க இருக்கும்போது நீ அந்த பிசினஸ் பாத்துக்கோ. ஆனா நீ துபாய்க்கு போன பிறகு எங்களால அது பாத்துக்க முடியணும். அப்படி ஒரு பிசினஸ் ஐடியா நீ யோசி. അതിപ്പോ ബിസിനസ് ഐഡിയ എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? ബിസിനസ് എന്ന് പറയുമ്പോ എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ ബിസിനസ്, ഇല്ലേ? എന്താ ആലോചന അങ്ങോട്ട്. എങ്കിൽ പിന്നെ നമുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങിയാലോ? ആ നല്ല സൂപ്പർ ഐഡിയ. പിന്നെ പൊന്നു സിദ്ധു, അതിവിടെ ഒരു 19 തവണ പയറ്റിയ കേസാണ്. അത് നടക്കാൻ പോകുന്നില്ല. വെറുതെ ആവേശത്തിന് ഓരോന്നൊക്കെ തുടങ്ങി വെക്കും, എന്നിട്ട് ആരും നോക്കാനും ഇല്ല. വെറുതെ പൂട്ടി കെട്ടി കുറെ നഷ്ടക്കച്ചവടവും ചെലവും. അത് നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ചേച്ചി കോൺഫിഡൻസ് ഇല്ലാത്ത പ്രശ്നം. എന്നാ പിന്നെ കോൺഫിഡൻസ് ഉള്ളവർ എന്താന്ന് വെച്ചാൽ ആയിക്കോ, എന്നോട് ചോദിക്കണം എന്തിനാ? ചേച്ചി പോലെ ചേച്ചി ചേച്ചി ആരോട് പോകാൻ പറഞ്ഞു? ചേച്ചി പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ലേ? நான் கிச்சன்ல போறேன். ജൂസേ, എന്താണ് ഇങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കണേ? ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടെന്നല്ലേ ഉള്ളൂ, തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തുടങ്ങും. ഇവിടെ നേരെ ചൊവ്വ വെച്ചിട്ട് ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. അവരാണ് റെസ്റ്റോറന്റ് നടത്താൻ പോകുന്നത്. என்ன லெச்சு இது? அப்படி சொல்லக்கூடாது. நான் நல்லா சமைப்பேன்ல. ഒന്ന് പോയാൻഡി. അളിയാ, റെസ്റ്റോറന്റ് കാര്യം അങ്ങ് വിട്. ചേച്ചിക്ക് താല്പര്യം ഇല്ലല്ലോ. ഞാനൊരു ഐഡിയ പറയാം. കേശവന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമുക്ക് കൃഷിയിലൊരു കൈ നോക്കിയാലോ? എന്റെ പൊന്നു മോളെ, ഓർമ്മയുണ്ടാ ഓണച്ചന്താന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ഇത് തുടങ്ങിയത്? പാലക്കാടൊക്കെ പോയി കുറെ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നത്. ആ പേരിൽ എത്ര ലക്ഷമാണ് എന്റെ കയ്യിൽ നിന്ന് പൊട്ടിയത്. അതുകൊണ്ട് കൃഷി ആ പരിപാടി ഇവിടെ നടക്കൂല. அப்படினா நான் ஒரு ஐடியா சொல்லட்டா? நம்மளுக்கு பாட்டு கிளாஸ், டான்ஸ் கிளாஸ், வெக்கேஷன் கிளாஸ் அப்படி ஏதாவது ஆரம்பிக்கலாமா? കനാൻഡിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ അറിയും? எனக்கு தெரியாதுடா. പാട്ടോ? நான் நல்லா பாடுவேன்ல. അയ്യോ ഉദരകല്ലേ പൊന്നു കനാൻഡി, ഒരു സമ്മർ വെക്കേഷൻ ക്ലാസ് തുടങ്ങിയത് ഓർമ്മയുണ്ടോ? അതിന്റെ കട ഈടക്കാൻ അടച്ചു തീർന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. നമ്മുടെ മീൽ ടീച്ചർ തേരാപ്പാര നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും നമ്മുടെ കുടുംബത്തിലോട്ട് കയറും. എങ്കിൽ പിന്നെ നമുക്കൊരു ഫിനാൻസ് കമ്പനി ഇട്ടാലോ? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ പണയം. നമ്മൾ നാട്ടുകാരിൽ നിന്ന് സ്വർണം പണയത്തിന് എടുക്കുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു, അവർ നമുക്ക് പലിശ തരുന്നു. എങ്ങനെയുണ്ട്? സത്യമാവില്ലേ ഈ പലിശ മേടിക്കുക എന്നൊക്കെ പറഞ്ഞാലേ? മാത്രമല്ല ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവസാനം അളിയൻ്റെ ഒരു പേരും വീഴും, ബ്ലേഡ് സിദ്ധു. എങ്കിൽ വേണ്ട. എന്നാ അളിയനെ വേറൊരു ഐഡിയ പറ. ഞാനൊരു ഐഡിയ പറയാം. പിള്ളേരെല്ലാരും വന്ന് മേടിക്കും, നല്ല കച്ചവടം കിട്ടും. പറയട്ടെ?